ഹലോ ഗൈസ്, ഇച്ചസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾക്കും കിട്ടി ഗൈസ് തുടരുവിൻ്റെ ടിക്കറ്റ്. അപ്പോൾ തുടരും കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിയിൽ പണി കിട്ടി ബ്ലോക്കാണ്, തുടരും എഫക്റ്റാണെന്ന് തോന്നുന്നു ഗൈസ് തുടരും എഫക്റ്റ് തന്നെയാണ്. ആ വണ്ടികളെല്ലാം കവിത തിയേറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ലാലേട്ട ഫാൻ എന്ന നിലയിൽ. ആളുകളൊക്കെ പോകുന്നത് കണ്ടിട്ട് നല്ല സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും എമ്പുരാന് ശേഷം തുടരും കാണാൻ പോവാണ്. കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ഏകദേശം നമുക്ക് ടൈമൊക്കെ ആയി തിയേറ്ററിൽ കയറാനുള്ള. വേഗം ഞങ്ങൾ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാ തിയേറ്ററിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകളൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് തിയേറ്ററിൻ്റെ അത് കയറിയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ സിനിമ തുടങ്ങി ഗൈസ്. ലാലയുടെ ശോഭനമാമൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. കുട്ടികളാണല്ലോ നല്ല രീതിയിലാണ് അഭിനയിച്ചത്. പക്ഷേ വില്ലനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. മാസമല്ല മരണമാസമാണ്. വില്ലനെ ഈ സിനിമയിലാണ് പരിചയപ്പെടുത്തുന്നത്. പ്രകാശ് വർമ്മ എന്നാണ് വില്ലൻ്റെ പേര്. പക്ഷെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊള്ളി എന്ന് വെച്ചാൽ പൊള്ളി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നല്ലൊരു വില്ലനെ നമുക്ക് കിട്ടിയത് അത് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് കാണുമ്പോൾ അതറിയാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്തുള്ള എല്ലാവരും നല്ലതായിട്ട് തന്നെ അഭിനയിച്ചു. പാട്ടൊക്കെ സൂപ്പറായിരുന്നു. ഓൾമോസ്റ്റ് സിനിമ സൂപ്പർ. ഓരോ ഭാഗങ്ങളും എടുത്തു പറയേണ്ടതാണ്. പഴയ ഒരു ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ്റെ മാസും ആക്ഷനും എല്ലാം ഉണ്ടായിരുന്നു ഇതിൽ. എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗൈസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് ഈ സിനിമ. നല്ല സന്തോഷമുണ്ട് ഗൈസ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര നല്ലൊരു സിനിമയാണ്. ഞാൻ ലാലേട്ടൻ്റെ ഫാൻ ആയതുകൊണ്ട് പറയുന്നതല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ തിയേറ്ററിൽ. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന, എല്ലാവരും പറഞ്ഞില്ല 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഫാനാണ്. മോഹൻലാലിൻ്റെ ഫാൻസാണ് അവരെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു തിയേറ്ററിലെ അവസ്ഥ. ലാലേട്ടൻ വരുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര കൈയടിയായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗൈസ്. ഹൗസ്ഫുള്ളായിരുന്നു തിയേറ്ററിൽ. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ടിറങ്ങി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.